നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിഞ്ഞു കളക, ഏറിയ നാൾ കഴിഞ്ഞ് അത് തിരിച്ചു വരും. സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഏവർക്കും സ്വാഗതം. ചിന്താക്കുഴപ്പം ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഈ പ്രസ്താവനയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന വിധത്തിൽ രൂപീകരിക്കപ്പെട്ടുള്ള ഒരു ആപ്തവാക്യമാണ് ഇവിടെ ഞാൻ ഉദ്ധരിച്ചത്. ദ ബുക്ക് ഓഫ് എക്ലീസിയാസ്റ്റിസ് ചാപ്റ്റർ 11 വേഴ്സ് 1. നിൻ്റെ അപ്പം വെള്ളത്തിന്മേൽ എറിഞ്ഞു കളക, ഏറിയ നാൾ കഴിഞ്ഞ് അത് തിരിച്ചു വരും. കാസ്റ്റ് യുവർ ബ്രെഡ് അപ്പോൺ ദ വാട്ടേഴ്സ്, ആഫ്റ്റർ എ ലോങ് ടൈം ഇറ്റ് വിൽ കം ബാക്ക്. ഇതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ നിശ്ചയമായും താല്പര്യമുണ്ട് എന്ന ഒരു വിശ്വാസത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. 2 തരത്തിലുള്ള മനോഭാവവും ക്രയവിക്രയവും അല്ലെങ്കിൽ ഇടപാടുകളും സാധ്യമാണ്. 2 തരത്തിലുള്ള. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സൂചിപ്പിക്കാം: ട്രാൻസാക്ഷണൽ മോഡ് 1, 2 സാക്രിഫിഷ്യൽ മോഡ്. സാക്രിഫിഷ്യൽ മോഡ് ആൻഡ് ട്രാൻസാക്ഷണൽ മോഡ്. ഇത് അല്പം ഒന്ന് വിശദീകരിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വളരെ സ്പഷ്ടമായി നിങ്ങൾക്ക് മനസ്സിലാകും. പ്രയാസമുള്ള കാര്യമല്ല, പക്ഷേ ഇത് മനസ്സിലാക്കിയാൽ വളരെ പ്രയോജനം ചെയ്യാവുന്ന ആശയമാണ് എന്നതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇതിന് കൊടുക്കുന്ന ശ്രദ്ധ അല്ലെങ്കിൽ ഇതിലെടുക്കുന്ന ശ്രമം നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ആദ്യമായി നമുക്ക് ട്രാൻസാക്ഷണൽ മോഡ് എന്താണെന്ന് മനസ്സിലാക്കാം. നിങ്ങളൊരു കടയിൽ പോകുന്നു, അവിടെ 1 കിലോ അരി വാങ്ങിക്കുന്നു. അപ്പോൾ അരി വാങ്ങിക്കാനാണ് പോയത്. അപ്പം നിങ്ങൾ കടക്കാരനോട് ചോദിക്കുന്നു, അരിയുണ്ടോ? അരിയുണ്ട്. 1 കിലോ അരിക്ക് എന്താണ് വില? 25 രൂപയാണ് വില. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള 25 രൂപ എടുത്ത് കടക്കാരന് കൊടുക്കുമ്പോൾ കടക്കാരൻ ആ 1 കിലോ അരി നിങ്ങൾക്ക് തരുന്നു. അവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു. ഒന്നിന് പകരം മറ്റൊന്ന് ആ നിമിഷത്തിൽ തന്നെ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നിമിഷത്തിൽ തന്നെ നിങ്ങൾ കടക്കാരനോട് പറയുന്നില്ല, അരി തരൂ, അടുത്ത വർഷം ഞാൻ ഏറിയ നാൾ കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് 25 രൂപ തരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അരി തരികയില്ല. അതുപോലെ തന്നെ നിങ്ങൾ കടക്കാരന് 25 രൂപ കൊടുക്കുന്നു. കടക്കാരൻ പറയുകയാണ്, ഏറിയ നാൾ കഴിഞ്ഞ് വന്ന് അരി എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 25 രൂപ കൊടുക്കുകയില്ല. അപ്പോൾ ഈ ട്രാൻസാക്ഷണൽ മോഡ്, കച്ചവട രീതി, കച്ചവട അറേഞ്ച്മെൻ്റ് എന്താണ്? നിങ്ങൾ കൊടുക്കുന്നു, നിങ്ങൾ വാങ്ങിക്കുന്നു. അതായത് നിങ്ങൾ എന്ത് കൊടുക്കുന്നുവോ അതിന് സമമായത് മറ്റൊന്നാണെങ്കിൽ പോലും വിലയിൽ സമമായത് നിങ്ങൾ തിരിച്ചെടുക്കുന്നു. അപ്പോൾ ഇവിടെ ഏറിയ നാൾ എന്ന് പറയുന്ന ഒരാശയം ഇവിടെ പ്രസക്തമല്ല. നിങ്ങൾ 25 രൂപ കൊടുത്ത് 1 കിലോ അരി വാങ്ങിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതൊരു ഫെയ്ത്ത് ബേസ്ഡ് ട്രാൻസാക്ഷൻ അല്ല, അത് ഒരു കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷനാണ്. അവിടെ ഫെയ്ത്തിന് അല്ലെങ്കിൽ വിശ്വാസത്തിന്, പ്രത്യാശയ്ക്ക്, സ്നേഹത്തിന് യാതൊരു ആവശ്യവുമില്ല, ഇടവുമില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുവല്ലോ, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഇത് ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഈ കച്ചവട സ്വഭാവമുള്ള പ്രക്രിയയിൽ പ്രസക്തിയില്ല. ദീസ് വാല്യൂസ് ആർ നോട്ട് റെലവൻറ്റ് ടു ദ ട്രാൻസാക്ഷണൽ മോഡ്. ഇത് വ്യക്തമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി രണ്ടാമത്തേത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സാക്രിഫിഷ്യൽ മോഡ്. ത്യാഗ ദർശനമുള്ള ബന്ധങ്ങൾ, ത്യാഗരുചിയുള്ള ബന്ധങ്ങൾ.
അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിഞ്ഞു കളക, യാതൊരു പ്രതിഫലവും തിരിച്ചൊന്നും കിട്ടണമെന്ന് അല്പം പോലും പ്രതീക്ഷിക്കാതെ അത് ആർക്കെങ്കിലും നന്മയായി ഭവിക്കട്ടെ എന്ന താല്പര്യത്തിൽ, ദാഹത്തിൽ നിൻ്റേത് നീ എറിഞ്ഞു കളഞ്ഞു, നീ കൊടുത്തു. എറിഞ്ഞു കളക എന്ന് പറഞ്ഞാൽ അല്പം പോലും പ്രതിഫലേച്ഛയില്ലാതെ ദാനം നൽകുന്നതിൻ്റെ ഒരു പ്രതീകമാണ് ഈ എറിഞ്ഞു കളയുക എന്നുള്ളത്. ഇപ്പം നിങ്ങൾ ഒരു കടയിൽ പോയി 25 രൂപ എറിഞ്ഞു കളയുകയല്ല, നിങ്ങൾ ആ 25 രൂപ കൊടുത്ത് ആ നിമിഷത്തിൽ തന്നെ 1 കിലോ അരി വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോവുകയാണ്. ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾ ആ 25 രൂപ എറിഞ്ഞു കളയുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ആവശ്യമുള്ള ഒരാളെ കണ്ടു, അതാ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയുണ്ട്, നീ കൊണ്ടുപോയി നിൻ്റെ ആവശ്യം നേടിക്കൊള്ളൂ. ആ സമയത്ത് എന്തെങ്കിലും കാലത്ത് തിരിച്ചു കിട്ടുമെന്നോ, ഇതിലൊരു അംശമെങ്കിലും തിരിച്ചു കിട്ടുമെന്നോ അങ്ങനെ യാതൊരു പ്രതീക്ഷയുമില്ല, അങ്ങനെ ഒരു തെളിവുമില്ല. എൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് നല്ല ശമര്യക്കാരൻ്റെ ഉപമയിൽ. ആ ശമര്യക്കാരൻ മുറിവേറ്റ് കിടന്ന ആ വ്യക്തിക്ക് ചെയ്യുന്ന സേവനം, അങ്ങനെ അവന് സേവനം ചെയ്തതുകൊണ്ട് അവന് സഹായം ലഭിക്കേണ്ടതിന് തൻ്റെ കയ്യിലുള്ളതെല്ലാം കൊടുത്തതുകൊണ്ട് ആ ശമര്യക്കാരനായ മനുഷ്യൻ എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് യാതൊരു ഗ്യാരൻറ്റിയുമില്ല, തിരിച്ച് കിട്ടണമെന്ന് അവന് ചിന്തയുമില്ല, പ്രതീക്ഷയുമില്ല. അവൻ കയ്യിലുണ്ടായിരുന്നത് എറിഞ്ഞു കൊടുത്തു, എറിഞ്ഞു കളഞ്ഞു. അതൊരു സാക്രിഫിഷ്യൽ മോഡിലുള്ള ഒരു ബന്ധമാണ്. ആ ശമര്യക്കാരൻ മുറിവേറ്റ് കിടന്ന അന്യനായ മനുഷ്യനോട് സ്ഥാപിച്ച ബന്ധം ത്യാഗ രുചിയുള്ള അല്ലെങ്കിൽ ത്യാഗ ദർശനമുള്ള സാക്രിഫിഷ്യൽ മോഡിലുള്ള ഒരു ബന്ധമാണ്, ട്രാൻസാക്ഷണൽ മോഡല്ല. ഇപ്പോൾ അവിടെ കടന്നു വന്ന പുരോഹിതനും ലേവ്യനും ഈ മുറിവേറ്റ് കിടന്ന മനുഷ്യനെ സഹായിച്ചാൽ അതുകൊണ്ട് അവർക്ക് പ്രശസ്തി കിട്ടും, അല്ലെങ്കിൽ അവർക്ക് ആളുകൾ എന്തെങ്കിലും പ്രതിഫലം കൊടുക്കും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിൽ അവർ തീർച്ചയായും ആ വ്യക്തിയെ സഹായിക്കുമായിരുന്നു. അവർ നോക്കിയപ്പോൾ തങ്ങൾ ഈ നല്ല കാര്യം ചെയ്യുന്നത് കാണാൻ ആരുമില്ല, ചെയ്യുന്ന എടുക്കുന്ന ക്ലേശത്തിന് പ്രതിഫലം കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയിൽ അവർ നടന്നുപോയി. അപ്പോൾ അവർ ട്രാൻസാക്ഷണൽ മോഡിലും ഈ സമര്യക്കാരൻ സാക്രിഫിഷ്യൽ മോഡിലുമാണ് എന്നതാണ് ഞാൻ അവതരിപ്പിക്കുന്ന ഈ ആശയത്തിൽ കൂടെ നമുക്ക് വിവക്ഷിക്കാവുന്നത്. അപ്പോൾ യേശു ഈ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല എങ്കിലും ആ യേശു നിർമ്മിച്ച കഥയുടെ അർത്ഥം കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ ഞാൻ ഇപ്പോൾ നിങ്ങളുമായി പങ്കിട്ട ഈ കാറ്റഗറീസ് എന്ന് പറയും, കാറ്റഗറീസ്, അതായത് ചിന്തിക്കാൻ നാം ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, ടൂൾസ് ഓഫ് തോട്ട്. അപ്പോൾ ഇത് 2 വിധത്തിൽ, 2 തരത്തിലുള്ള സമീപനം, ബന്ധം, പ്രതികരണം, കാഴ്ചപ്പാട്, വ്യക്തിത്വം. ഇതിൽ സാക്രിഫിഷ്യൽ മോഡിലുള്ള പ്രവർത്തനങ്ങളാണ് ആത്മീകമായ അർത്ഥമുള്ളത്, ആത്മീകമായ സ്വഭാവമുള്ളത്, ആത്മീകമായ വിലയുള്ളത്. ഇവിടെ വേദപുസ്തകം പറയുന്നത് നിങ്ങൾ ആത്മീകമായ വെളിച്ചമോ അർത്ഥമോ കാഴ്ചപ്പാടോ ഉള്ള എന്തെങ്കിലും ചെയ്താൽ അതൊരിക്കലും നഷ്ടമായി പോകുകയില്ല. എന്നാൽ നിങ്ങളത് ചെയ്യുന്നത് എന്തെങ്കിലും പ്രതിഫലം കിട്ടും എന്ന ഒരു പ്രതീക്ഷയിലല്ല. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ചെയ്യണമെന്ന നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ പ്രേരിപ്പിച്ചതനുസരിച്ച്, നിങ്ങളിൽ ഉണ്ടായിരുന്നതിനനുസരിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ നിങ്ങൾ പ്രതികരിച്ചു. അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോയി. നിങ്ങൾ ഒരു പ്രതീക്ഷയും വെച്ച് പുലർത്തിയില്ല. ഇന്ന് കിട്ടുമോ, നാളെ കിട്ടുമോ. നമുക്കറിയാം, ഈ കാലത്ത് മനുഷ്യരെ കൊണ്ട് സഭയുടെയും സഭാപരമായ പ്രവർത്തനങ്ങളുടെയും ആവശ്യത്തിന് പണം നൽകാനായി പ്രേരിപ്പിക്കുമ്പോൾ പലയിടത്തും ഉപയോഗിക്കുന്ന ആശയമാണ് നിങ്ങൾ ദൈവത്തിന് 1 കൊടുത്താൽ 15 കിട്ടും. അത് ട്രാൻസാക്ഷണൽ മോഡ് പോലുമല്ല, അത് ഗാംബ്ലിംഗ് മോഡാണ്. ഗാംബ്ലിംഗ്. അപ്പം 3 തരത്തിലുള്ള മോഡ്സ് ഉണ്ട്, 3 വിധങ്ങളുണ്ട്. ഗാംബ്ലിംഗ് മോഡ്,
ട്രാൻസാക്ഷണൽ മോഡ് ആൻഡ് സാക്രിഫിഷ്യൽ മോഡ്. പ്രോസ്പെറിറ്റി ഗോസ്പലൊക്കെ പ്രസംഗിക്കുന്നവർ ഈ ഗാംബ്ലിംഗ് മോഡിലാണ് വർക്ക് ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ കൗതുകരമായ കാര്യമാണ്. വ്യക്തമായി ഇപ്പോൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയെങ്കിൽ ഈ സാക്രിഫിഷ്യൽ മോഡ്, അതായത് ത്യാഗാർച്ചനപരമായ ഈ ഒരു സമീപനം, അത് എങ്ങനെ പ്രവർത്തിക്കുന്നു, അങ്ങനെ പ്രവർത്തിക്കുമോ, അതോ ചുമ്മാതെ പണ്ടെങ്ങാണ്ട് പറഞ്ഞ കാര്യം അമ്മൂമ്മ കഥ പോലെ വല്ലതും ആണോ എന്നറിയുന്നതിന് ചരിത്രത്തിൽ നിന്ന് 2 സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഞാൻ ഈ ചിന്ത ഉപസംഹരിക്കുന്നതാണ്. ആദ്യമായി നമുക്ക് ഏവർക്കും പരിചയമുള്ള, ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന, വളരെ അധികം ബഹുമാനിക്കുന്ന ഭീംറാവു അംബേദ്കർ, ഭാരതം കണ്ട ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസൻ, ഏറ്റവും വലിയ സോഷ്യൽ സയൻറ്റിസ്റ്റ്, ഇക്കോണമിസ്റ്റ്, ലീഗൽ മൈൻഡ്, സോഷ്യൽ റിഫോർമർ, ലിബറേറ്റർ ആൻഡ് റിഡീമർ ഓഫ് ദി ദളിറ്റ്സ് അദ്ദേഹമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഗാന്ധിയെപ്പോലെ ഗാന്ധിയേക്കാൾ ഒരു പടി കൂടുതൽ ഭീംറാവു അംബേദ്കറിനെ ബഹുമാനിക്കുന്നു. അതിൽ തന്നെ ഒരു വിഷയമാണ്. ഞാൻ കൂടുതലായി അതിനെപ്പറ്റി ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഭീംറാവു അംബേദ്കർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, അന്ന് അദ്ദേഹം ബോംബെയിലാണ്. ആ സ്കൂളിൻ്റെ പേര് ഞാൻ നോക്കട്ടെ, അതിപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ ഒരു മറാഠി സ്കോളർ ആയ ശ്രീ കെ എ ഖെലൂസ്കർ ഭീംറാവു അംബേദ്കറിനോട് വളരെയധികം സ്നേഹം കാണിച്ചു, അംബേദ്കറിനെ പ്രോത്സാഹിപ്പിച്ചു. നിങ്ങൾക്കറിയാം, അംബേദ്കർ മഹർ എന്ന് പറയുന്ന ഒരു ദളിത് ജാതിയിൽപ്പെട്ട ആളായിരുന്നു. മഹർ ജാതി അൺടച്ചബിൾസ് ആയിരുന്നു. ആദ്യകാലങ്ങളിൽ അംബേദ്കർ സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റുള്ള കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വെളിയിലേക്ക് പോകുന്ന വാതിലിൻ്റെ അടിയിലിട്ട് വെച്ചിരുന്ന ഒരു ചാക്കിലാണ് ഇരുന്ന് പഠിക്കാനുള്ള അവകാശമുണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ആർമിയിൽ ജോലി ചെയ്തിരുന്ന മഹർ സേന ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പലയിടത്തും ട്രാൻസ്ഫർ ഉണ്ടായി. അങ്ങനെ ഒരു കാലത്ത് അവർ ബോംബെയിൽ താമസിക്കാനിടയായ ആ സമയത്തുണ്ടായ സംഭവമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പഠിച്ച സ്കൂളിലെ ഒരു അധ്യാപകനായ ശ്രീ കെ എ ഖെലൂസ്കർ, ഖെലൂസ്കർ, ഈ സമർത്ഥനായ, വളരെ താല്പര്യത്തോടെ ഉത്സാഹത്തോടെ പഠിക്കുന്ന ഈ ഒരു പയ്യനെ കണ്ടിട്ട് ഒരു നല്ല അധ്യാപകൻ്റെ മനസ്സിൽ എത്രമാത്രം സന്തോഷവും ആവേശവും ഉണ്ടാകാമോ അത് പൂർണ്ണമായും അനുഭവിച്ച ഈ ഖെലൂസ്കർ എന്ന് പറയുന്ന നല്ല അധ്യാപകൻ മറ്റെല്ലാവരും വെറുത്ത് തഴഞ്ഞിട്ടിരുന്ന ഈ വിദ്യാർത്ഥി അവനിൽ താല്പര്യമെടുക്കുകയും ക്ലാസ്സിലെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് അവനെയും കൊണ്ട് സ്കൂളിനടുത്തുള്ള ഒരു ഉദ്യാനം, ഗാർഡനിൽ പോയിരുന്ന് അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് വായിക്കുകയും കൂടുതലായി പഠിക്കുകയും ചെയ്ത് അങ്ങനെ ഒരു നല്ല അധ്യാപക വിദ്യാർത്ഥി സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീ കെ എ ഖെലൂസ്കർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന, താൻ വളരെയധികം വിലമതിച്ചിരുന്ന ഒരു പുസ്തകം അംബേദ്കറിന്, അന്ന് അംബേദ്കർ എന്നല്ല അവനെ വിളിക്കുന്നത്, ഭീമെന്നാണ് വിളിക്കുന്നത്, ഭീമിന് സമ്മാനമായി കൊടുത്തു, ദാനമായി കൊടുത്തു. ആ പുസ്തകം എന്താണെന്നല്ലേ? ദ ലൈഫ് ഓഫ് ഗൗതമ ബുദ്ധ, ദ ലൈഫ് ഓഫ് ഗൗതമ ബുദ്ധ. അന്ന് ആ പുസ്തകം ഖെലൂസ്കർ ഈ പിഞ്ച് ബാലന് കൊടുക്കുമ്പോൾ എല്ലാവരും തഴഞ്ഞിട്ടിരുന്ന, ആരും അവൻ്റെ അടുത്ത് പോലും വരുവാൻ താല്പര്യമില്ലാതെ അവനെ അടുപ്പിക്കാതെ വെച്ചിരുന്ന ഈ ഭീമന്
ദ ലൈഫ് ഓഫ് ഗൗതമ ബുദ്ധ എന്ന് പറഞ്ഞ പുസ്തകം ശ്രീ കെ കെല്ലൂസ്കർ എന്ന് പറയുന്ന ഒരു സ്കൂൾ അധ്യാപകൻ കൊടുത്തപ്പോൾ എങ്ങനെയാണ് കൊടുത്തത്? സാക്രിഫിഷ്യൽ മോഡ്. യാതൊരു പ്രതിഫലവും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല. പിൽക്കാലത്ത് ആരെങ്കിലും ഇത് പറയും, ഇങ്ങനെ ഒരു വീഡിയോയിൽ കൂടെ ഒരു കഴിവനിരുന്ന് പറയും, അല്ലെങ്കിൽ അതിനെപ്പറ്റി അംബേദ്കറിനെ പറ്റി എഴുതുന്ന പുസ്തകങ്ങളിൽ ഒരു പക്ഷേ ആരെങ്കിലും ഇത് പരാമർശിക്കാനിടയുണ്ട് എന്ന് വിചാരിച്ചതുമല്ല. അദ്ദേഹം സ്നേഹത്തിൻ്റെ തിരത്തള്ളലിൽ തനിക്കുണ്ടായിരുന്ന താൻ വളരെ വിലമതിച്ചൊരു പുസ്തകം തൻ്റെ വിദ്യാർത്ഥിയായ ഭീമിന് കൊടുത്തു. ഭീം അത് ആർത്തിയോടെ വായിച്ചു. അതിലെ ആശയങ്ങൾ, അത്ഭുതകരമായ ഉള്ളടക്കങ്ങൾ ഭീമിൻ്റെ ആത്മാവിൽ വലിയ ഒരു തീ ആളിക്കത്തിച്ചു. അതൊരിക്കലും അണഞ്ഞു പോയില്ല. അതുകൊണ്ടാണ് പിൽക്കാലത്ത് അംബേദ്കർ ഒരു ബുദ്ധ മതവിശ്വാസിയായി മാറുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ 1936 അംബേദ്കർ പറഞ്ഞു, ഞാനൊരു ഹിന്ദുവായി ജനിച്ചു, ശരി തന്നെ, പക്ഷേ ഞാനൊരു ഹിന്ദുവായി മരിക്കുകയില്ല. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ദ അനഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും വായിക്കേണ്ട പുസ്തകമാണ് ദി അനഹിലേഷൻ ഓഫ് കാസ്റ്റ്. അത് അദ്ദേഹം ലാഹോറിലുണ്ടായിരുന്ന ജാത് പാത് തോടക് മഞ്ച് എന്ന് പറയുന്ന ഒരു സോഷ്യൽ റിഫോം ഗ്രൂപ്പിൻ്റെ വാർഷിക സമ്മേളനത്തിലെ അധ്യക്ഷ പ്രസംഗമായി അദ്ദേഹം എഴുതി. എന്നാൽ അത് വായിച്ച ശേഷം ഈ മീറ്റിംഗ് നടത്താൻ ഉദ്ദേശിച്ച ആൾ പറഞ്ഞു, ഈ ആശയം വളരെ കൂടുതൽ വിപ്ലവാത്മകമാണ്, അരവിപ്ലവമൊക്കെ ഞങ്ങൾക്ക് സ്വീകരിക്കാം, പക്ഷേ ഇത് കട്ടിയായിപ്പോയി. അവർ നിരസിച്ചു. അങ്ങനെ അംബേദ്കർ അവിടെ പോയില്ല. സ്വന്തം ചെലവിൽ അദ്ദേഹം ബോംബെയിൽ നിന്ന് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തു. അന്ന് 8 അണായ്ക്കാണ് വിറ്റത്. അതിനൊക്കെ ശക്തിയേറിയ എഴുത്ത് വളരെ പ്രയാസമാണ് ഇന്ത്യൻ സാഹിത്യത്തിൽ കണ്ടെത്താൻ. ഏവരും വായിക്കേണ്ട പുസ്തകമാണ് ദ അനഹിലേഷൻ ഓഫ് കാസ്റ്റ്. അപ്പോൾ അന്ന് കെ കെല്ലൂസ്കർ ദ ലൈഫ് ഓഫ് ഗൗതമ ബുദ്ധ എന്ന പുസ്തകം ഭീമെന്ന് പറയുന്ന എല്ലാവരും തഴഞ്ഞിട്ടിരുന്ന ഈ ഒരു അൺടച്ചബിൾ, അതായത് അയിത്തം ഉള്ള ഒരു കുട്ടിക്ക്, കെല്ലൂസ്കർ ഉന്നത വരേണ്യവർഗത്തിൽപ്പെട്ടയാളായിരുന്നു, എന്നിട്ടും ആ ഭാഗങ്ങളൊക്കെ മുറിച്ചു മാറ്റിയിട്ട് അദ്ദേഹം സ്നേഹത്തിൻ്റെ പ്രചോദനത്തിൽ ഇപ്രകാരമുള്ളൊരു നല്ല മഹനീയമായ ഒരു കർമ്മം ചെയ്തതിൻ്റെ ഫലം എത്ര വലുതായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 1937 അദ്ദേഹം അങ്ങനെ പറഞ്ഞു. 1956 അംബേദ്കറും അദ്ദേഹത്തിൻ്റെ 6 ലക്ഷം അനുയായികളും ബുദ്ധമതം സ്വീകരിച്ചു. ഒരുപക്ഷെ ആ വലിയ സംഭവത്തിൻ്റെ ആരംഭം ദശകങ്ങൾക്ക് മുൻപ് കെ കെല്ലൂസ്കർ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹം ഒരു അസിസ്റ്റൻറ്റ് ടീച്ചറായിരുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു പുസ്തകം യാതൊരു പ്രതീക്ഷയുമില്ലാതെ, പ്രതിഫല പ്രതീക്ഷയില്ലാതെ സ്നേഹത്തിൻ്റെ നാന്ദിയായി ഒരു ബാലന് കൊടുത്തു. നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിഞ്ഞു കളക, ഏറിയ നാൾ കഴിഞ്ഞ് അത് തിരിച്ചു വരും എന്ന ഈ ഭാഗം ഞാൻ വായിക്കുമ്പോഴൊക്കെയും ഈ സംഭവം എൻ്റെ മനസ്സിൽ ജ്വലിക്കാറുണ്ട്. ഇനി വേറൊരു സംഭവം കൂടെ സൂചിപ്പിച്ച് ഞാൻ ഈ ചിന്ത നിർത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ പരിചയമുണ്ടായിരിക്കും, ഞാൻ അങ്ങ് നോക്കുന്ന ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ടോ എന്ന് നോക്കാനാണ്. വേണ്ട, ഇപ്പോൾ ആ പുസ്തകം എഴുതിയ ആളിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇപ്പോൾ എൻ്റെ മേശപ്പുറത്ത് ആ പുസ്തകം കാണുന്നില്ല. ശ്രീ കെ പി അപ്പൻ അദ്ദേഹം മരിച്ചുപോയി. ഒരു വലിയ മലയാള ഭാഷാ പണ്ഡിതനും നിരൂപകനും എഴുത്തുകാരനുമൊക്കെ ആയിരുന്നു. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം ഞാനത് ഇംഗ്ലീഷിലോട്ട് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്, തർജ്ജമ ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്നുള്ളതാണ്. ശ്രീ കെ അപ്പൻ വളരെ ഭക്തനായ ഒരു ഹിന്ദു ഇൻ്റലക്ച്വലായിരുന്നു.
അപ്പോൾ ഞാൻ ഈ പുസ്തകം തർജ്ജമ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പല തവണ KP അപ്പനുമായി ഡൽഹിയിലായിരുന്നു ആ സമയത്ത് ഞാൻ ഫോണിൽ അദ്ദേഹത്തോട് പലതവണ സംസാരിച്ചിട്ടുണ്ട്. മനോഹരമായ സംസാര രീതി. ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ചീപ്നെസ്, പാപ്പരത്വം എത്ര അരോചകമായിട്ട് നമുക്ക് അനുഭവപ്പെടും. രണ്ടുമുണ്ട്. അപ്പോൾ ആ പുസ്തകം എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. കാരണം ഒരു ഹിന്ദു ഇൻ്റലക്ച്വലായിരുന്ന CK അപ്പൻ എങ്ങനെയാണ് വേദപുസ്തകം ഇത്ര ആഴത്തിൽ മനസ്സിലാക്കുകയും അതിമനോഹരമായി അതിലെ ആശയങ്ങൾ ആവിഷ്കരിച്ച് എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ഇപ്രകാരം ഒരു പുസ്തകം എഴുതിയത്. ആ സന്തോഷം കൊണ്ടാണ് ഞാൻ അത് തർജ്ജമ ചെയ്ത് 2 തവണ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉള്ളൊരു സംഭവം ഞാൻ സൂചിപ്പിക്കാൻ പോവുകയാണ്. അദ്ദേഹം 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ക്രിസ്മസ് നാളിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലെ സഹപാഠിയായിരുന്ന ഒരു ബാലൻ അപ്പനെ, ബാലനായിരുന്ന അപ്പനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ച് ക്രിസ്മസിൻ്റെ സന്തോഷം പങ്കിട്ട ശേഷം അപ്പൻ തിരിച്ചു പോകുമ്പോൾ ഈ ബാലൻ, അവൻ്റെ പേര് ആ പുസ്തകത്തിൽ പറയുന്നില്ല, പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, പക്ഷേ ഇല്ല. ആ ബാലൻ ശ്രീ അപ്പന് ഒരു വേദപുസ്തകം സമ്മാനിച്ചു. അതിനെപ്പറ്റി അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നത്, ആ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരു വലിയ അനുഭൂതിയായിരുന്നു. ഞാൻ ഓടി എൻ്റെ വീട്ടിൽ ചെന്നത് വായിക്കാൻ ആരംഭിച്ച് അന്ന് ആരംഭിച്ച വായന പിന്നെ ഒരിക്കലും അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നത്, ഞാനൊരു സാഹിത്യകാരനാകുവാൻ, സർഗാത്മകതയുള്ള ഒരു നിരൂപകനാകുവാൻ എന്നെ സഹായിച്ച, എന്നെ സ്വാധീനിച്ച പല കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്നത് വേദപുസ്തകമാണ്. The Bible has made a significant contribution to my becoming a man of letters. ആ പുസ്തകം നിങ്ങൾ കഴിയുമെങ്കിൽ വായിക്കുക. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് തർജ്ജമയുടെ ടൈറ്റിൽ ബൈബിൾ ദി ആർമർ ഓഫ് ലൈറ്റ്, ബൈബിൾ ദി ആർമർ ഓഫ് ലൈറ്റ്. അപ്പോൾ KP അപ്പൻ 8ാം ക്ലാസ്സിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപാഠി അപ്പന് ഒരു വേദപുസ്തകം കൊടുത്തത് ഭാവി കാലത്ത് ഇങ്ങനെ ഒരു വലിയ എഴുത്തുകാരനെ സൃഷ്ടിക്കും, അല്ലെങ്കിൽ അതുകൊണ്ട് ഈ ഒരു കാര്യം മറ്റുള്ളവർ അറിയാനിടയാകും എന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ആ നിമിഷത്തെ സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും ആ ബാലന് തൻ്റെ സഹപാഠിയായ KP അപ്പനോടുള്ള സ്നേഹം എപ്രകാരം പ്രകടിപ്പിക്കേണ്ടു എന്നവൻ ആലോചിച്ചപ്പോൾ അവൻ്റെ മനസ്സിൽ വന്ന ആശയം, അവൻ്റെ തീർച്ചയായും വേദപുസ്തകം വായിച്ച് ആസ്വദിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഇപ്രകാരം ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഉചിതമാണ്, എനിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഇതാണ് എന്ന് ചിന്തിക്കാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെ ആ ബാലൻ തൻ്റെ സഹപാഠിക്ക് അത് കൊടുത്തപ്പോൾ നാം അവിടെയും പറയണം, നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിഞ്ഞു കളക, ഏറിയ നാൾ കഴിഞ്ഞ് അത് മടങ്ങി വരും. കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം എല്ലാവരും അല്ലെങ്കിൽ ഓരോരുത്തരും ജീവിതത്തിൽ എപ്പോഴെല്ലാം നിസ്വാർത്ഥമായി നന്മ ചെയ്തിട്ടുണ്ടോ, മറ്റുള്ളവർക്ക് സന്തോഷവും സഹായവും ആശ്വാസവും അവർക്ക് മുൻപോട്ട് പോകുവാൻ അവരെ സഹായിക്കുന്നതുമായ എന്തെങ്കിലും നന്മ നാം ചെയ്തിട്ടുണ്ടോ? ആ പ്രവൃത്തി ഒരിക്കലും മരിക്കുകയില്ല, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല. ഏറിയ നാൾ കഴിഞ്ഞ് അത് മടങ്ങി വരും. ഇത് പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. എവിടെയൊക്കെ സ്നേഹമുണ്ടോ അവിടെയൊക്കെ ഈ പ്രതിഫല ഇച്ഛയില്ലാതെയുള്ള സേവനം നടക്കുന്നുണ്ട്. മാതാപിതാക്കന്മാരാണ് അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ പലപ്പോഴും തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രതിഫല ഇച്ഛ ഉണ്ടെങ്കിൽ തങ്ങൾ ചെയ്യുന്ന സേവനത്തിൻ്റെ മാഹാത്മ്യം കുറഞ്ഞിരിക്കും. എന്ന് മാത്രവുമല്ല,
കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു വലിയ ദർശനം ഈ സാക്രിഫിഷ്യൽ മോഡ് ഓഫ് ലൈഫാണ്. ഞാൻ 3 കാറ്റഗറീസ് പറഞ്ഞു. ദ ഗാംബ്ലിംഗ് മോഡ്, ദ ട്രാൻസാക്ഷണൽ മോഡ് ആൻഡ് ദ സാക്രിഫിഷ്യൽ മോഡ്. പ്രോസ്പെറിറ്റി ഗോസ്പൽ, ഗാംബ്ലിംഗ് മോഡ്. 1 വെച്ചാൽ 15 അടിക്കും, ഇപ്പോൾ അടിക്കും. 1-ന് 15, കുറഞ്ഞ പക്ഷം 10 അടിക്കും. അത് ഗാംബ്ലിംഗ് മോഡാണ്. അത് യേശുവിൻ്റെ പേരിനോട് ചേർത്ത് പറയുമ്പോൾ അയ്യോ എന്തൊരു അപരാധമാണ്, സഹിക്കാനാകുന്നില്ല. രണ്ടാമത്തേത് ഒരു കച്ചവടം, ട്രാൻസാക്ഷണൽ മോഡ്. ഈ ലോകത്തിൽ ബഹുഭൂരിപക്ഷം അങ്ങനെയുള്ള കാഴ്ചപ്പാടും വ്യക്തിത്വവും ബന്ധങ്ങളും ട്രാൻസാക്ഷൻസുമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അതിൽ നിന്ന് ഉപരിയായി മഹനീയമായി നിൽക്കുന്ന, പ്രപഞ്ചത്തിൽ സൂര്യൻ ശോഭിക്കുന്നത് പോലെ നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അതാണ് സാക്രിഫിഷ്യൽ മോഡ്. അതിനെ പഴയ നിയമം അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിഞ്ഞു കളക, ഏറിയ നാൾ കഴിഞ്ഞ് അത് മടങ്ങി വരും. ഇത് യേശുവിൻ്റെ ജീവിതത്തെ ആകമാനം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുവാൻ സഹായിക്കുന്ന ഒരു ദർശനമാണ് സാക്രിഫിഷ്യൽ മോഡ്. യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം, അതുല്യമായ മാഹാത്മ്യം, ആർക്കും ഒരു കാലത്തും രാശിക്ക് ഒരു കാലത്തും മറക്കുവാൻ കഴിയാത്ത ആ ഒരു ഉജ്ജ്വല തേജസ്, അതിൻ്റെ മർമ്മം ഇവിടെയാണ്. ഈ സാക്രിഫിഷ്യൽ മോഡിലുള്ള വ്യക്തിത്വം, പേഴ്സണാലിറ്റി കാസ്റ്റ് ഇൻ ദ സാക്രിഫിഷ്യൽ മോഡ്, അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നസ്രയനായ യേശു. ഒരു പ്രതിഫല ഇച്ഛയുമില്ലാതെ നിരന്തരം ആളുകൾക്ക് നന്മ ചെയ്തു, അവനോട് നടന്ന് നന്മ ചെയ്തു, വിടുതൽ നൽകി, രോഗസൗഖ്യം നൽകി, അവരുടെ കണ്ണു തുറന്നു, അവർക്ക് വിടുതൽ നൽകി, അടിമകളെ വിടുവിച്ചു, വ്യക്തിത്വം ഉയർത്തെഴുന്നേൽക്കത്തക്കവണ്ണം, മരിച്ച അവസ്ഥയിലായിരിക്കുന്ന വ്യക്തിത്വങ്ങൾ പുതിയ അവസ്ഥയിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണം വീണ്ടും ജനിക്കുവാൻ അവർക്ക് അവകാശം നൽകി. ഇതൊന്നും ഒരു ചില്ലിക്കാശിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു വാക്ക് നന്ദി പ്രകടനം പോലും പ്രതീക്ഷിച്ചല്ല. നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിഞ്ഞ് കളക, ഏറിയ നാൾ കഴിഞ്ഞ് അത് മടങ്ങി വരും. ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും മാഹാത്മ്യമേറിയ ഒരു ദർശനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും പ്രതിഫല ഇച്ഛ കൂടാതെ ഈ സാക്രിഫിഷ്യൽ മോഡിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയും മനുഷ്യരുമായി ബന്ധം പുലർത്തുകയും ഇടപെടലുകൾ നടത്തുകയും പ്രതികരിക്കുകയും ചെയ്തപ്പോൾ മാത്രമാണ് ഞാൻ സന്തോഷം അനുഭവിച്ചിട്ടുള്ളത്. ഈ ട്രാൻസാക്ഷണൽ മോഡിൽ നിന്നുകൊണ്ട് നാം എന്തൊക്കെ ചെയ്താലും, പ്രതിഫലേച്ഛ എന്ന് പറയുന്ന ഈ ഒരു കറ പുരണ്ട എന്തെല്ലാം ചെയ്താലും അതിൽ നിന്ന് സന്തോഷത്തിൻ്റെ ഒരു കണിക അനുഭവിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഗാംബ്ലിംഗ് മോഡിൽ നാം പ്രവർത്തിക്കുമ്പോൾ സന്തോഷം അനുഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് നമ്മെ തന്നെ പുച്ഛം തോന്നും. പക്ഷേ എന്തുകൊണ്ടോ കേരളത്തിലെ ക്രിസ്ത്യാനിക്ക് അത് അഭിമാനമായിട്ടാണ് ഇപ്പോൾ പൊതുരംഗത്ത് കാണുന്നത്. ഇതെന്ത് ശാപമാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ കേൾക്കുന്ന ആത്മീയമായി ചിന്തിക്കുവാൻ പര്യാപ്തതയുള്ള കഴിവുള്ള ഈ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് സംഗമത്തിൽ നിരന്തരമായി പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നേക്കാൾ വ്യക്തമായി മനസ്സിലാക്കാനുള്ള കെൽപ്പുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയും അത് സന്തോഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു ജീവിത ദർശനവും പ്രവർത്തന രീതിയുമുണ്ട്. നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിഞ്ഞ് കളക, ഏറിയ നാൾ കഴിഞ്ഞ് അത് മടങ്ങി വരും, അത് മടങ്ങി വരും, അത് മടങ്ങി വരും. അത് മടങ്ങി വരുമ്പോൾ ഒരപ്പക്കഷ്ണമായിട്ടായിരിക്കുകയില്ല വരുന്നത്, ഒരു പുരുഷാരത്തിൻ്റെ വിശപ്പടക്കുവാൻ പര്യാപ്തമായ വളർച്ച പ്രാപിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നാന്ദിയായി അത് മടങ്ങി വരും. ഹല്ലേലൂയ. That is the truth of eternal life here on the plane of time, and it is within reach of everyone.
And I pray that each one of you would know the bliss of experiencing it yourself. Thank you for your kind attention. God bless you.